മലയാള ചലച്ചിത്ര വ്യവസായത്തെയും ആസ്വാദന ചരിത്രത്തെയും ഒരേ സമയം ആവേശത്തിലാഴ്ത്തുന്ന സാങ്കേതിക വിദ്യയുടെ വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ സിനിമാ ലോകത്ത് നിന്ന് പുറത്തു വരുന്നത്. പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലാസിക്കുകളും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൂർണ്ണമായി നിറങ്ങളിലേക്ക് മാറ്റുന്ന ഒരു പുതിയ വിപ്ലവത്തിന് മലയാള സിനിമയിൽ തുടക്കമായിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി 1971 പുറത്തിറങ്ങിയ സത്യൻ മാസ്റ്ററുടെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന എക്കാലത്തെയും മികച്ച ചിത്രത്തിലെ പ്രവാചകന്മാരെ പറയൂ എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ ഗാനരംഗം പൂർണ്ണമായി കളറിലേക്ക് മാറ്റി യൂട്യൂബിൽ റിലീസ് ചെയ്ത് പ്രേക്ഷകർക്കിടയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സാങ്കേതിക മുന്നേറ്റത്തിന്റെ അണിയറ വിശേഷങ്ങളും അതിന്റെ നിർമ്മാണ പ്രക്രിയയും പരിശോധിക്കുമ്പോൾ വലിയ രീതിയിലുള്ള കഠിനാധ്വാനവും സാങ്കേതിക തികവും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. സാധാരണ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കുറഞ്ഞ ചെലവിൽ കളർ ചെയ്യുമ്പോൾ ദൃശ്യങ്ങളുടെ കൃത്യതയും നിറങ്ങളുടെ സ്വാഭാവികതയും നഷ്ടപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ഈ ഒരു പ്രത്യേക ഗാനരംഗത്തിന്റെ കളറിംഗ് ജോലികൾ വിദേശത്ത് അമേരിക്കയിലാണ് പൂർത്തിയാക്കിയത്. പരമാവധി കൃത്യതയുടെ അന്നത്തെ കാലഘട്ടത്തിലെ ആളുകൾക്കും പശ്ചാത്തലങ്ങൾക്കും യോജിക്കുന്ന രീതിയിലുള്ള നിറങ്ങൾ ഓരോ ഫ്രെയിമും പ്രത്യേകം സമയമെടുത്ത് ചെയ്തതിലാണ് ഇത്രയും മികച്ച ഒരു ദൃശ്യാനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിയത്. മുൻപ് ഹിന്ദിയിൽ മുഗളിയാസം, തെലുങ്കിൽ മായാ ബസാർ തുടങ്ങിയ ക്ലാസിക് ചിത്രങ്ങൾ ഇത്തരത്തിൽ വിജയകരമായി കളറിലേക്ക് മാറ്റി തിയേറ്ററുകളിൽ വൻ ചലനം സൃഷ്ടിച്ചിരുന്നു. ഇത്തരം പരീക്ഷണങ്ങൾ മലയാള സിനിമാ ഇൻഡസ്ട്രിയെ സംബന്ധിച്ച് വലിയൊരു വാണിജ്യ സാംസ്കാരിക സാധ്യതയാണ് തുറന്നു നൽകുന്നത്. നമ്മുടെ പഴയകാല മാസ്റ്റർ പീസുകൾ ഡിജിറ്റലായി പുനഃസ്ഥാപിക്കാനും പുതിയ തലമുറയിലെ പ്രേക്ഷകരിലേക്ക് അവ മികച്ച രീതിയിൽ എത്തിക്കാനും ഇത് സഹായിക്കും. എന്നാൽ ഒരു പൂർണ്ണ സിനിമ ഇത്തരത്തിൽ റീമാസ്റ്റർ ചെയ്ത് ഉയർന്ന നിലവാരത്തിൽ കളറിലേക്ക് മാറ്റാമെങ്കിൽ 40 ലക്ഷം രൂപയിലധികം ഭീമമായ ചിലവ് വരുമെന്നതാണ് നിലവിൽ മലയാള സിനിമ നേരിടുന്ന പ്രധാന വെല്ലുവിളി. എങ്കിൽ പോലും ഇപ്പോൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ AI സാങ്കേതിക വിദ്യയുടെ പുരോഗതിയോടെ വരും ദിവസങ്ങളിൽ വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ ഇത്തരം റീമാസ്റ്ററിംഗ് വർക്കുകൾ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ വ്യക്തമാക്കുന്നത്. ഗൗരവകരമായ സിനിമാ നിരീക്ഷണത്തിലൂടെ നോക്കുമ്പോൾ കേവലം ഉപരിപ്ലവമായ കളർ മാറ്റങ്ങൾ എന്നതിനപ്പുറം പഴയ സിനിമയുടെ യഥാർത്ഥ ക്രാഫ്റ്റിനെയും ആത്മാവിനെയും ചോർന്നു പോകാതെ സംരക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഓരോ രംഗത്തിലെയും വെളിച്ച വിന്യാസവും ഷാഡോകളും കൃത്യമായി മനസ്സിലാക്കി ഒറിജിനൽ സിനിമയുടെ സംവിധായകനും ഛായാഗ്രഹനും വിവാഹം ചെയ്ത ദൃശ്യഭംഗിക്ക് ഭംഗം വരാത്ത രീതിയിൽ വേണം ഇത്തരം പുനഃസൃഷ്ടികൾ നടത്താൻ. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും സിനിമയുടെ ആ കാലഘട്ടത്തിന്റെ തനിമ നിലനിർത്തിക്കൊണ്ടുള്ള ക്രിയേറ്റീവ് ചോയ്സുകൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത്. നമ്മുടെ മഹത്തായ സിനിമാ പാരമ്പര്യത്തെ ഡിജിറ്റൽ യുഗത്തിൽ എങ്ങനെയാണ് സംരക്ഷിച്ചു നിർത്തുന്നത് എന്നത് അറിഞ്ഞിരിക്കുക എന്നത് ഓരോ സിനിമാ പ്രേമിയുടെയും കടമയാണ്. മലയാള സിനിമയുടെ സാങ്കേതിക വളർച്ചയെ അടയാളപ്പെടുത്തുന്ന ഈ പുതിയ പരീക്ഷണത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതൊക്കെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളാണ് ഇനി കളറിൽ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ചും താഴെ കമന്റ് ബോക്സിൽ വ്യക്തമാക്കുക. ഇൻഡസ്ട്രിയെ മാറ്റിമറിക്കുന്ന ഈ സിനിമാറ്റിക് വാർത്ത കൂടുതൽ ചർച്ചയാകുന്നതിനായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.